ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിന് മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പിഷാരടിയും അതോടെ തന്നെ അഖിൽമാരാറും അങ്ങോട്ടും തമ്മിൽ അടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അഖിൽമാരാർ ഒരു ഇൻ്റർവ്യൂ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് ഈ പിഷാരടിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത്, കുറച്ച് കോമഡിയൊക്കെ കാണിച്ച് നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമുണ്ടെങ്കിൽ ആൾക്കാർ ഇത് കണക്ക് വോട്ട് ചെയ്യുമെന്നൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ മണ്ടത്തരം എന്നുള്ള രീതിയിലായിരുന്നു അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേ കാര്യം ഉണ്ടെങ്കിൽ പിഷാരടി അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിഷാരടി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഖിൽമാരാർ ഒരേ സമയത്ത് ഒരേ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളല്ല, പലവട്ടം പല കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ആൾക്കാരെ കേൾപ്പിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ഒരു കാര്യം പറയുന്നതായിരിക്കും. പിന്നെ ഉണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതേ കാര്യം മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലവനാണെന്നുള്ള രീതിയിൽ വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യമൊന്നും ഞാൻ വലുതായിട്ട് എടുക്കുന്നില്ല. പിന്നെ ഞാനുണ്ടെങ്കിൽ അയാളെ പറ്റി ഒരു കാര്യം അന്വേഷിക്കത്ത പോലുമില്ല. ആരും അത്ര വലിയ ഫേമസോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ ഒന്നും ചിന്തിക്കത്ത പോലുമില്ല. പിന്നെയാണ് നിങ്ങൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലെന്നുള്ള രീതിയിലായിരുന്നു പിഷാരടി ഉണ്ടെങ്കിൽ മറുപടി കൊടുത്തിരുന്നത്.